താലി. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും ശ്രീകുട്ടിയുടെ വാചകങ്ങളായിരുന്നു മനസ്സിൽ നിറയെ. ഇന്ന് വരെ തന്റെ പെങ്ങൾ ഇതുപോലൊന്നും തന്നോട് സംസാരിച്ചിട്ടില്ല. ഇന്ന് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹയോടുള്ള വൈരാഗ്യത്തിലും അധികം അവളോടുള്ള ഇഷ്ടക്കൂടുതൽ തന്നെയാണ് അതിനുള്ള കാരണം. ശ്രീ പല്ല് ഞെരിച്ചു. കോളേജിൽ പോകാൻ എളുപ്പമാകുമല്ലോ എന്ന് കരുതിയാണ് ആദ്യം അച്ഛൻ അഡ്വാൻസ് കൊടുത്ത വീട്ടിൽ നിന്നും ആളെ നിർബന്ധിച്ച് പിന്തിരിപ്പിച്ച് ഇവിടെ ഈ നാടും നാട്ടുകാരും എപ്പോഴൊക്കെയോ മനസ്സിൽ സ്ഥാനം പിടിച്ചു പോയിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു കുഴപ്പത്തിലേക്കായിരുന്നു ഈ യാത്രയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വീട് പോയിട്ട് ഈ നാട്ടിലേക്ക് തന്നെ താൻ വരികയില്ലായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യുക? ദിവസം കഴിയുന്തോറും മനസ്സുകൾ തമ്മിലുള്ള വിടവുകൾ കൂടിക്കൂടി പോവുകയാണെന്ന് തോന്നുന്നു. മുന്നേ കളിയും ചിരിയും മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോ മറ്റു പലതും സ്ഥാനം പിടിച്ചിരിക്കുന്നു. ചിലപ്പോൾ തോന്നും ആർക്കും ഒന്ന് ഉറക്കെ ചിരിക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്ന്. മനസ്സിന്റെ വാതായനങ്ങളൊക്കെയും തുരുമ്പ് പിടിച്ച ചെങ്ങലകൾ കൊണ്ട് പൂട്ടിക്കിടക്കുന്നു. ആകെ മൊത്തം ഭ്രാന്ത് പിടിക്കുന്നു. മുന്നോട്ടിനി എങ്ങനെയൊക്കെ പോകണമെന്ന് പോലും മനസ്സിന് അറിയാത്തൊരവസ്ഥ. ചിന്തിക്കാനും പ്രതികരിക്കാനും പോയിട്ട് ഒന്ന് മനസമാധാനത്തോടെ ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഒക്കെ അവള് കാരണമാണ്. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ തന്നെ ഉപദ്രവിക്കാതെ പാതയൊഴിഞ്ഞ് സ്വന്തം വഴികളിൽ യാത്ര ചെയ്തിരുന്നവളെ അവൻ എന്തിന്റെയൊക്കെ പേരിൽ ശത്രുസ്ഥാനം നൽകി അവൾക്കായി ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഒഴിച്ചിട്ടു. പോകെ പോകെ അവിടെ പിന്നെയും വിദ്വേഷവും ദേഷ്യവും നിറയ്ക്കാൻ വേണ്ടി മാത്രമായി. ശ്രീകുട്ടിക്ക് എന്താ പറ്റിയേ? അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ സതി. ആദ്യമായല്ലേ അവൾ ഇങ്ങനെ ശ്രീകുട്ടിനോട്, അതും ഇത്രയും ദേഷ്യത്തിൽ? സതി നീലനെ നോക്കിയും ചിരിച്ചു. അച്ചുവേട്ടനത് ദേഷ്യമായിട്ടാണോ തോന്നിയത്? അപ്പോ അല്ലേ? ഒരിക്കലുമല്ല. ശ്രീകുട്ടി അവളുടെ ചുറ്റുപാടുകളെ കണ്ട് അതിൽ നിന്ന് അവൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവളുടെ ഏട്ടനോട് ഷെയർ ചെയ്തു. അത്രയേ ഉള്ളൂ. എന്നാലും സതി, അവള് കൊച്ചുകുട്ടിയല്ലേ? ഒരെന്നാലുമില്ല അച്ചുവേട്ടാ. നമ്മൾ അവളെ കുഞ്ഞായി കാണുന്നതുകൊണ്ട് മാത്രമാണ് അവള് ആ ഷെല്ലിനുള്ളിൽ ഇരിക്കുന്നത്. ലക്ഷ്മി തന്നെയല്ലേ അച്ചുവേട്ടാ സാഹചര്യം വരുമ്പോൾ രുദ്രയാകുന്നതും? മകളുടെ വാക്കുകളിൽ ആദ്യം കണ്ട അത്ഭുതം ഒഴിച്ചാൽ സതി ആ കാര്യത്തെപ്പറ്റി ബോധേടല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അല്ലെങ്കിലും അമ്മയോളം മക്കളെ അറിയുന്ന ആരുണ്ട്? സതി, ശ്രീയ് ഇപ്പൊ വേണ്ട അച്ചുവേട്ടാ. ചിലതൊക്കെ അവൻ സ്വയം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അമ്മയുടെ നിർബന്ധം കൊണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്ന മകനിലും എനിക്കിഷ്ടം സ്വന്തം തെറ്റുകളിൽ നിന്നും സ്വയം തിരുത്തി മുന്നേറുന്നവനെയാണ്. എന്റെ മകൻ അങ്ങനൊരാളാണ്. എനിക്കറിയാം. ഈറനായ കണ്ണുകളിലും അധികം പുഞ്ചിരിയോടെ തന്നെ സമാധാനിപ്പിക്കുന്ന ഭാര്യ. അത് അയാൾക്ക് പുതുമയായിരുന്നില്ല. തന്റെ ദേവി അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നേരം കുറയായി പാട്ടും കൂത്തുമൊക്കെ ഇവിടെ തുടങ്ങിയിട്ട്. വീഡിയോ കോളിലൂടെയുള്ള പ്രകടനമാണ് ശ്രീയും ചിത്രയുമായി. വൈകിട്ട് കഞ്ഞിക്കൊപ്പം ഗുളിക കൂടി കഴിച്ചതുകൊണ്ട് ഉറങ്ങിപ്പോയി. കുറച്ചു മുന്നേ കണ്ണു തുറക്കുമ്പോൾ ശ്രീകുട്ടി കട്ടിലിൽ വന്ന് കിടക്കുന്നുണ്ട്. വെപ്രാളത്തോടെ തൊട്ടും തടവിയും പനിയുടെ നിലവിലെ അവസ്ഥ സ്വയം ബോധ്യപ്പെടും പോലെ എന്തൊക്കെ കൂട്ടിയും കുറച്ചും പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അവസാനം സമാധാനം തോന്നിയിട്ടാണെന്ന് തോന്നുന്നു എന്നെ നോക്കിയൊന്ന് ചിരിച്ചത്. വീട്ടിലുള്ള ബാക്കിയുള്ളവരും പ്രസ്തുത മംഗളകർമ്മം കൂടിയിട്ട് പോയി. ഇപ്പൊ താനും ശ്രീയും മാത്രമേ ഉള്ളൂ ഈ മുറിയിൽ. അത് കണ്ടതും ആശാട്ടി ചിത്രയെ വിളിച്ചു. അപ്പൊ തുടങ്ങിയ കച്ചേരിയാണ്. പതുക്കെ പാടിടിന്ന് പറഞ്ഞിട്ട് പോലും ഏഹേ, രണ്ടുപേരും റിമി ടോമിയെ തോൽപ്പിക്കും. തലയിൽ കങ്ങിയും താങ്ങിയവൾ ബാത്റൂമിൽ പോയി വന്നിട്ടും ഒരു മാറ്റവുമില്ല. എനിക്ക് തലവേദനിക്കുന്നുണ്ട്, ഒന്ന് നിർത്തുവോ രണ്ടും കൂടി? എതുക്ക്? ചിത്ര പ്ലീസ്. ഒരു പ്ലീസും കിടയാതെ ഉനക്ക് ഇതേ വേലയായി പോർക്ക് മിത്തു. ഞാൻ എന്ത് ചെയ്തു എന്നാ ചിത്ര? നീ ഒന്നുമേ പണ്ണലെ, അത് താൻ പ്രോബ്ലം. എടി തമിഴത്തി, ഒന്ന് നിർത്തുന്നുണ്ടോ? ശ്രീ, നീയുമാ? ആമാ, നാന് റൗഡിതാൻ. വാട്ട്? സുമ്മാടാ, ജോക്ക് ജോക്ക്. ആമ, പെരിയ ജോക്ക്. ചിത്ര മുഖം കൂട്ടി കണ്ണുകൾ എവിടെയോ മാറ്റിയിരുന്നു. അത് കണ്ടതും അവൾ പിണങ്ങിയെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. ചിത്ര, മിത്തുവിന്റെ സ്വരം ഇടറി. എന്തുവാ മിത്ര ഇത്? നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മോങ്ങാനിരിക്കുന്നേ? ശ്രീ, ഒരു ശ്രീയുമില്ല. ഇന്ന് തന്നെ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ആരെയും ചെയ്തതാണോ നീ ചെയ്യുന്നത്? അത് ഞാൻ പേടിച്ചു പോയി ശ്രീ. എന്തിനു മിത്തു? അതൊരു കോളേജ് അല്ലടി. അതുമല്ല നിന്റെ ക്ലാസ് റൂം. അവിടെ വന്ന് ആ ചേട്ടൻ പ്രപ്പോസ് ചെയ്തു. ഓക്കെ, ഒന്ന് ഞെട്ടിക്കാണും, ഞാനും സമ്മതിക്കുന്നു. പക്ഷെ ഇത്രയും സീൻ
ഇതിപ്പോ കണ്ടുനിന്ന എല്ലാവർക്കും കൊഞ്ചം ഓവറായി തോന്നിക്കാണില്ലേ? കാണും. കാരണം ഇന്നത്തെ കാലത്ത് ഇതൊന്നും കേട്ടുകേൾവി പോലുമില്ല പെണ്ണേ. ഒരാൾ വന്ന് ഇഷ്ടമാന്ന് പറഞ്ഞാൽ ഐദർ യെസ് അതർവൈസ് നോ പറഞ്ഞു പിരിയുന്നവരാണ് അധികവും. ചിലതൊക്കെ പ്രേമിക്കും, പിന്നെ തേക്കും. ഓൾ ദീസ് ആർ വെരി കോമൺ ഡിയർ. മിത്തു ഒന്നും മിണ്ടാതെ ഒക്കെയും കേട്ടുകൊണ്ട് നിന്നു. അറിയാം ഇതൊക്കെയാണ് ശരിയെന്ന്. പക്ഷേ എന്നെ ഒന്ന് നോക്ക് മിത്തു. എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ഇതൊന്നും വലിയ പ്രശ്നമല്ലടാ. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. നാളെ ആ ചേട്ടൻ നിന്നെ കാണാൻ വരും മുന്നേ തന്നെ ചേട്ടനെ നീ പോയി കാണണം. ഞാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല ശ്രീ. പറ്റണം മിത്തു. നീ നാളെ പോയി ആ ചേട്ടനെ കാണണം. എന്നിട്ട് നിന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാ അതാ ചേട്ടനോട് പറയണം. ഞാൻ എന്ത് പറയാനാ? അത് നിന്റെ ഇഷ്ടം. നിനക്കിഷ്ടമാണോ ഇഷ്ടമാണെന്ന് പറയണം. അല്ലയോ പിറകെ നടന്ന് ശല്യം ചെയ്യരുതെന്ന് പറയണം. അയ്യോ, ഇതൊന്നും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ശ്രീ. കൂടണം ശ്രീ. പ്ലീസ് ശ്രീ, നീ ഇങ്ങനെയൊന്നും വാശി പിടിക്കല്ലേ പെണ്ണെ. എനിക്ക് പേടിയാ. പിടിക്കുമല്ലോ, നന്നായി തന്നെ പിടിക്കും. അതുകൊണ്ട് ഇനി നിന്റെ ജീവിതത്തിൽ ശ്രീയും ചിത്രയും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നീ ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം. അവളൊന്ന് തലയാട്ടിക്കൊണ്ട് കട്ടിൽ നിന്നിറങ്ങി. ശ്രീ, നീ പോവാണോ? പെട്ടെന്ന് അവൾ ശ്രീയുടെ കൈ പിടിച്ചു നിർത്തി. ഇപ്പൊ പോകുന്നു. ഇനി മുന്നോട്ടിങ്ങോട്ട് വരണമോന്നുള്ളത് നാളത്തെ നിന്റെ പെർഫോമൻസ് പോലിരിക്കും. അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്. ശ്രീ, ഒരു ശ്രീയുമില്ല, ഞാൻ പോയി. ചിത്ര, അവൾ ശ്രീയുടെ ഫോണിലേക്ക് നോക്കി. അവള് പണ്ടേ പോയി. ശ്രീ ചാടിത്തുള്ളി പുറത്തിറങ്ങിയതും കണ്ടു സന്തോഷിനെയും മായയും അച്ചമ്മയും. മോളെ, ശ്രീ, ഈ പറഞ്ഞൊന്നും അവളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. മായയുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, എന്റെ മായമ സീൻ സെന്റിയാക്കല്ലേ. ഇതൊക്കെ ചുമ്മാ ഒരു ടെസ്റ്റ് ഡോസ് അല്ലേ. എനിക്കറിയാം, എന്നാലും ഇതൊന്നും അവളെ കൊണ്ട് പറ്റില്ലെന്ന്. പക്ഷെ അതിലും വലിയൊരു കാര്യം എനിക്കറിയാം. എന്താന്നറിയോ? മൂന്നുപേരും അവളെ നോക്കി ഇല്ലെന്ന് തലയാട്ടി. ആ അകത്തിരുന്ന് കരയുന്നവൾക്ക് ഞാനും ചിത്തുവും എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന്. ആ ഞങ്ങൾക്ക് വേണ്ടി അവൾ ഏത് പാലവും ചാടിക്കിടക്കും മോളെ മായൂട്ടി. മായയുടെ താടിത്തുമ്പിലൊന്ന് കുലുക്കി അവൾ കണ്ണിറുക്കി കാണിച്ചു. അത് കണ്ടതും അത്രയും നേരം സങ്കടത്തിലിരുന്നവർ അറിയാതെ തന്നെ ചിരിച്ചുപോയി. ആ പിന്നെ അച്ചമ്മേ, ഇന്ന് കിടക്കുമ്പോൾ കൊച്ചുമോൾക്ക് രാജകുമാരന്റെയും രാജകുമാരിയുടെയും കഥ പറഞ്ഞു കൊടുക്കാതെ വല്ല ഝാൻസി റാണിയുടെയോ മേരികോമിന്റെയോ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നോക്ക്. ഓരോ പൊട്ടക്കഥകൾ പറഞ്ഞു കൊടുത്ത് പെണ്ണിന്റെ വിചാരം എന്ത് പ്രശ്നം വന്നാലും രാജകുമാരൻ അവളെ രക്ഷിക്കാൻ വരുമെന്നാ. എടി 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 അഹങ്കാരി, ഞാൻ പോയി. അച്ചമ്മയുടെ ചെവിക്ക് പിടിക്കാൻ വന്നതും അവൾ അവിടെ നിന്നും ഓടിക്കഴിഞ്ഞു. നല്ല മോളാ. അതെ അമ്മേ, നല്ല മോളാണവൾ. എന്താ ഇങ്ങ് തിരിച്ചു പോന്നേ? അവിടെ കേറ്റിയില്ലേ? ജേക്കിൽ നിന്നും വെള്ളം ഒഴിക്കവേ ശ്രീകുട്ടൻ അകത്തേക്ക് കയറി വരുന്ന ശ്രീകുട്ടിയെ കളിയാക്കി. ഇല്ല, കേറ്റിയില്ല. എന്തേ? നന്നായി. ഇവിടുന്ന് കൊടിയും പിടിച്ചു പോയതല്ലേ കൂട്ടുകാരിയെ കാണാൻ. നിനക്ക് അങ്ങനെ തന്നെ വേണമെടി. ഓ, ആയിക്കോട്ടെ. വാദ്യാർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ നീ തീർത്തു തരുമോ? അയ്യോ, നമ്മള് പാവങ്ങൾ. ഇങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്നും UK നിന്നും ഒക്കെ ആളെ കൊണ്ടുവന്ന് ചികിത്സിപ്പിക്കാൻ കഴിവുള്ളവർ ചുറ്റിലുമുണ്ടല്ലോ. ഇതൊക്കെ അവരോട് പറഞ്ഞാൽ മതി. ശ്രീകുട്ടി, മതി. എന്തിനും ഏതിനും ഇങ്ങനെ സ്നേഹയെ നീ എന്തിനാ നമുക്കിടയിൽ വലിച്ചോണ്ടിടുന്നേ? ഞാനാണോ ഏട്ടാ വലിച്ചിരുന്നേ? ഷീസ് ഓൾറെഡി there. ശ്രീകുട്ടിയുടെ കണ്ണം നിറഞ്ഞു. ശ്രീമോളെ, ഡി. ഐ ആം ഫൈൻ ഏട്ടാ. ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. കൂടുതലൊന്നും പറയാതെ അവൾ റൂമിലേക്ക് ഓടി. ഇവൾക്കെന്താ സ്നേഹയോട് മാത്രം ഇത്രയും വൈരാഗ്യം? ഇനി ഞാനറിയാത്ത എന്തെങ്കിലും ഇവർക്കിടയിൽ നടന്നിട്ടുണ്ടാകുമോ? മുറിയിലേക്ക് ഓടിക്കേറുന്ന ശ്രീകുട്ടിയെ നോക്കി അറിയാത്തൊരു ഭയം ശ്രീയുടെ മനസ്സിൽ അപ്പോൾ തന്നെ കുമിഞ്ഞുകൂടി. കരഞ്ഞു കരഞ്ഞ് ഉറങ്ങിയത് കൊണ്ടാവും രാവിലെ കണ്ണു തുറക്കാൻ നല്ല പാടായിരുന്നു. കൺപോളകളെല്ലാം തടിച്ചു തൂങ്ങി ആകെ നാശമായിരിക്കുന്നു. ദേവൂട്ടന്റെ നിർത്താതെയുള്ള കളിയാക്കൽ കൊണ്ടാ കണ്ണാടി വന്ന് നോക്കിയേ. ശരിയാ, ആകെ കോലക്കേടായിട്ടുണ്ട്. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. ഇന്ന് കാശിയേട്ടനോട് പോയി സംസാരിക്കണമെന്ന് പറഞ്ഞതല്ലേ. സംസാരിക്കാൻ പോയിട്ട് ആളുടെ നേരെയുള്ള നിൽപ്പ് പോലും തന്റെ സ്വപ്നമാണ്. പക്ഷേ സംസാരിക്കാതിരുന്നാലോ? രണ്ടും കേൾക്കില്ല. എന്തോ വാശി പോലെയാ ശ്രീക്ക്. കൂടെ പിടിക്കാനായി ഇപ്പോ ആ തമിഴത്തി. മിത്രയുടെ ചുണ്ടൊന്ന് കോർത്തു. ഇട്ടിരിക്കുന്ന ബനിയന്റെ അറ്റം തെരി പിടിച്ച് കുറെ നേരം നിന്നു. പിന്നെ എന്തൊക്കെയോ കാരണം പറഞ്ഞ് പോകാതിരിക്കാൻ നോക്കി.
കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞതുകൊണ്ടോ എന്തോ ആരും ഇന്നതിനെ വലുതായി ഗൗനിച്ചില്ല. ഡ്രസ്സ് മാറി പുറത്തിറങ്ങുമ്പോഴും ഭയമായിരുന്നു മുന്നിട്ട് നിന്നത്. ഞാൻ പോയിട്ട് വരാം അച്ചമ്മേ എന്ന് പറഞ്ഞു കിട്ടുന്ന പതിവുള്ള മുത്തം മറന്നുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയ സ്ത്രീയെ അച്ചമ്മ പിടിച്ചു നിർത്തി. ഒന്നും മനസ്സിലാകാതെ വെപ്രാളത്തോടെ നോക്കിയിരുന്ന അവളുടെ തലയിൽ പിടിച്ച് അല്പം താഴ്ത്തി നെറ്റിയിലൊരു ഉമ്മ വെച്ചവർ അച്ചമ്മയുടെ മോളാണ്. നീ എങ്ങനെയാണോ അങ്ങനെ നിന്നെ ഇഷ്ടമുള്ളവരാട്ടോ എന്റെ മോൾക്ക് ചുറ്റും. കേട്ടോ? അവളുടെ മുഖം ഒന്ന് വിടർന്നു. പെട്ടെന്ന് ആ തെളിച്ചം കിട്ടു. ശ്രീകുട്ടിയും ചിത്രയും. ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം മനസ്സിലായോ? കുട്ടികളുടെ ഇടയിൽ നിന്നും ചില മുറുമുറുപ്പുകൾ ഉയർന്നു. എല്ലാവരോടും പറയാൻ നിൽക്കണ്ട, ഞാൻ പറയാം. മഹത്വത്തെ ഭയപ്പെടരുത്. ചിലർ മഹാന്മാരായി ജനിക്കുന്നു, ചിലർ മഹത്വം കൈവരിക്കുന്നു, മറ്റു ചിലർ മഹത്വം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. ശ്രീകുട്ടൻ മുകളിൽ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു. ഇതുപോലെ ഒരുപാട് കോട്സ് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരോടും വേണ്ട, ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ശ്രീ 3-4 പേരോട് ചോദിക്കുമ്പോഴാണ് മിത്രയെ ശ്രദ്ധിക്കുന്നത്. ഇത്രയും നേരം അവളിരുന്ന ഭാഗത്തേക്ക് നോക്കിയത് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ സാധാരണ പോലെയല്ല. ഇരിപ്പിലും ഭാവത്തിലുമൊക്കെ വ്യത്യാസം. സാധാരണ ക്ലാസ്സിലെ കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്തിരുന്ന ആളുടെ ഈയൊരു ഭാവം ഇതാദ്യം. അതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം അവിടേക്കെത്തി. മൈത്രേയി. അവൾ കേട്ടില്ലെന്ന് കണ്ടതും അവന്റെ ചുണ്ടിലൊരു ചിരി മിന്നി. മൈത്രേയി ദേവദർശിനി. ഗുഡ്. പക്ഷെ എനിക്കൊരു ഡൗട്ട്, ഇത് ഷേക്സ്പിയർ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അവളൊന്ന് അമരുന്നു. ചോദിച്ചത് കേട്ടില്ലേ മൈത്രേയി? ഇതാരാ പറഞ്ഞേക്കുന്നേ? ഷെല്ലി. ഒരിക്കൽ കൂടി ആ വാക്കുകൾ ഉച്ചരിച്ചപ്പോഴാണ് അത് ഷേക്സ്പിയർ അല്ല ഷെല്ലിയാണ് പറഞ്ഞതെന്ന് അവൾ ഓർത്തത്. ഓ, അപ്പോ അറിയാം. അവനൊന്ന് പുച്ഛിച്ചു ചിരിച്ചു. ക്ലാസ്സിലിരുന്ന് സ്വപ്നം കാണാനാണ് വരുന്നതെങ്കിൽ ഇവിടെ വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? അതോ എല്ലാം അറിയുന്ന ധാർഷ്ട്യമാണോ? അങ്ങനെയാണെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ? ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികളുടെ കൂടെ സമയം തനിക്ക് കളയണോ? അതെങ്ങനാ? രാവിലെ ഒരുങ്ങിക്കെട്ടി വന്നോളും. പഠിത്തത്തിലും മറ്റു പലതിലുമല്ലേ ശ്രദ്ധ? അവസാനം അവൻ ഊന്നിപ്പറഞ്ഞ വാക്കുകളുടെ അർത്ഥം നിമിഷ നേരത്തിനുള്ളിൽ കുട്ടികൾ കൈമാറിയതിന്റെ അടയാളമായിരുന്നു അടക്കിപ്പിടിച്ചുള്ള അവരുടെ ചിരിയും മുറുമുറുക്കലുകളും. മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയപ്പോൾ ദേഷ്യം കൊണ്ട് ചിവന്നത് ചിത്രയുടെ കണ്ണുകളാണ്. അവൾ അവനെ ഒന്ന് ദഹിപ്പിച്ചു നോക്കി. ചിത്രയുടെ ആ നോട്ടം ശ്രീ കണ്ടെങ്കിലും അതിലും അവൻ ആവശ്യം മിത്രയുടെ കണ്ണുനീർ തന്നെയായിരുന്നു. ഇവിടെ നിന്നിനി കൂടുതൽ നാടകമൊന്നും വേണ്ട, ഗെറ്റ് ഔട്ട്. ശ്രീയുടെ സ്വരം ഉയർന്നതും മിത്ര ഞെട്ടിക്കൊണ്ട് ബാഗുമായി പുറത്തേക്കിറങ്ങി. പഠന ജീവിതത്തിലെ ആദ്യത്തെ സംഭവം. മനസ്സിനൊപ്പം ശരീരവും തളർന്നു. അടുത്ത ചോദ്യം തന്നോടാണെങ്കിൽ തെറ്റിച്ചുത്തരം പറഞ്ഞ് പുറത്തു ചാടണമെന്ന് പ്രതീക്ഷിച്ച ചിത്രയുടെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് ശ്രീ ചോദ്യം ചോദിക്കുന്നത് തന്നെ നിർത്തി. എന്തെങ്കിലും എടുത്ത് പഠിച്ചോളൂ എന്ന് പറഞ്ഞ് ക്ലാസിന്റെ ഏറ്റവും പുറകിലെ ബെഞ്ചിൽ പോയിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ വാതിലിന് പുറത്ത് ബാഗും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരഞ്ഞു നിൽക്കുന്നവളെ കാണാം. അതിനുവേണ്ടി മാത്രം അവിടെ ഇരുന്നു. എന്തിനാണ് അവളോട് ഇത്രയും ദേഷ്യം? മറ്റുള്ള കുട്ടികളിലും പറയാത്തവരുണ്ടായിരുന്നല്ലോ. അവരെയൊക്കെ ക്ലാസ്സിൽ തന്നെ ഇരുത്തിയ താൻ എന്തിനാ അവളെ ഇത്രയും കണ്ണുപൊട്ടുന്ന ചീത്ത പറഞ്ഞ് പുറത്താക്കിയേ? സ്വന്തം ചോദ്യങ്ങളിൽ കുരുങ്ങി അവനൊന്ന് പുറകിലേക്ക് ചാഞ്ഞു. ഇമകൾ പൂട്ടി. ഇടയ്ക്കുള്ള ബ്രേക്കിന് സ്റ്റാഫ് റൂമിൽ നിന്നിറങ്ങി ഈ കോറിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് 3-4 ആൺകുട്ടികൾ എവിടെയോ ചൂണ്ടിക്കൊണ്ട് എന്തോ പറഞ്ഞു ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നേ. ഒപ്പം കുറച്ച് പെൺകുട്ടികളും. എന്ത് കണ്ടിട്ടാണ് ഈ ചിരിയെന്ന് നോക്കിയപ്പോഴാണ് PG ബ്ലോക്കിലേക്ക് പോകുന്ന മിത്രയെ കണ്ടത്. താൻ കാണുന്ന കാഴ്ച സത്യം തന്നെയാണോന്നറിയാൻ പിന്നെയും അവിടെ നിന്നു. അതെ, അവൾ തന്നെ. തന്റെ കണ്ണുകൾ അപ്പോഴേക്കും അവൾ എന്ന് അത് ഉറപ്പിച്ചിരുന്നു. കണ്ടോടല്ല അവളുടെ പോക്ക്. ശരിയാ, ക്ലാസ്സിൽ പൂച്ച പോലെ ഇരുന്നവളാ. അല്ലേലും പെണ്ണുങ്ങളെല്ലാം ഇങ്ങനടാ, അകത്തൊന്നും പുറത്തൊന്നും. ഇന്നലെ എന്തൊക്കെ പ്രഹസനം നടത്തിയവളാ. വീഴുന്നു കുഴയുന്നു. അല്ലേലും കാശിയേണ്ണെ പോലൊരു പണച്ചാക്കിനെ അവള് മിസ് ചെയ്യോടാ. അവളുടെ ക്ലാസ്സിലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും കൂട്ടം കൂടി നിന്ന് പറഞ്ഞതൊക്കെയും ഒന്നൊഴിയാതെ താൻ കേട്ടിരുന്നു. അപ്പോ അവളുടെ പേടിയും ഭയവും ഒക്കെ വെറും നാടകമായിരുന്നു. ആ ചിന്തയിലാണ് തിരിച്ച് സ്റ്റാഫ് റൂമിൽ എത്തിയത്. ഇത്രയും അടവും അംഗം പഠിച്ചവളെയാണല്ലോ തന്റെ കുടുംബം തലയിൽ കയറ്റി വെച്ചിരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അവരോട് സഹതാപവും അവളോട് വൈരാഗ്യവും മനസ്സിൽ നിറഞ്ഞു. എങ്കിലും അതൊന്നും ക്ലാസ്സിനിടയിലേക്ക് കൊണ്ടുവരണമെന്ന് കരുതിയതല്ല. പക്ഷെ ഇന്നവൾ ക്ലാസ്സിൽ കൂടി ശ്രദ്ധിക്കാതെ സ്വപ്നലോകത്തിരിക്കുന്ന കണ്ടപ്പോൾ ഒക്കെ കൈവിട്ടുപോയി. അതാണ് കുറച്ചു മുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പൊ തോന്നുന്നു അത് കൂടിപ്പോയെന്ന്. അവളുടെ കണ്ണുകൾ ഓർമ്മയിലെത്തിയതും അവന്റെ മനസ്സ് പിടഞ്ഞു. ഒട്ടുമില്ല ശ്രീ,
ഒരേ സമയം പല മുഖങ്ങളുള്ളവർക്ക് ഇതൊക്കെ ഒന്നുമില്ല. ഉള്ളിലിരുന്ന് മറ്റാരോ അവന്റെ തകരാൻ തുടങ്ങിയ വിശ്വാസങ്ങളെ കൂടുതൽ ആഴത്തിൽ വൈരാഗ്യത്തിന്റെ കെട്ടിൽ കുരുക്കിയിട്ട് ഉറപ്പിക്കാൻ ശ്രമിച്ചു. ചിന്തകളുടെ വേലിയേറ്റങ്ങൾക്കിടയിൽ അവൻ തലയൊന്ന് തടവിക്കൊണ്ട് കണ്ണു തുറന്നു. കണ്ണുകൾ ആദ്യം പാഞ്ഞത് പുറത്തേക്കായിരുന്നു. ഇത്രയും പെട്ടെന്ന് കരച്ചിൽ നിർത്തി ചിരിക്കാൻ എന്തുണ്ടായി? ഇവളാള് താൻ ഉദ്ദേശിച്ച പോലൊന്നും അല്ലല്ലോ എന്ന് ചിന്തിച്ച് തീരും മുന്നേ കണ്ടു അടുത്തു നിൽക്കുന്ന ആളെ. ചിത്ര. അവൻ പെട്ടെന്ന് അവരിരുന്ന ബെഞ്ചിലേക്ക് നോക്കി. തന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. ചോദിക്കാതെയും പറയാതെയും ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയോ? ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റതും ബെല്ലടിച്ചിരുന്നു. ശ്വാസം ഒന്ന് നീട്ടി വലിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങിയതും രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല. ചിത്ര, നീ ഇതെങ്ങോട്ടാ എന്നെയും വലിച്ചുകൊണ്ട് ഓടുന്നേ? വേഗം വാടി, ആ രാവണനെങ്ങാനും കണ്ടാൽ തീർന്നു. നീ എന്തിനാ മാഷിനോട് ചോദിക്കാതെ പുറത്തേക്കിറങ്ങുന്നേ? അതോ നൻപണ്ടാ. ചിത്ര തോളിലും തട്ടിക്കൊണ്ട് അവളെയും വലിച്ചുകൊണ്ട് ഓടി. ആ എന്നിട്ട്? ഇടി പുല്ലേ, കൂടുതൽ ജാടയിടാതെ പറയുന്നുണ്ടോ? ആണോ? പോളി. അല്ലേലും എന്റെ ശ്രീകുട്ടി പുലിയ. അവള് സ്വന്തം കോളർ പൊക്കി സ്വയം അഭിനന്ദിച്ചു. ഓക്കെ ഓക്കെ, ബാക്കി പിന്നെ ഡീറ്റെയിൽ ആയിട്ട്. ഓ, ഇവിടെ അമ്മ ചോറ് വിളമ്പി. കഴിക്കാതെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ചില പൂച്ചകൾ എന്റെ ഫോൺ എടുത്ത് പഞ്ചായത്ത് കിണറ്റിലിടും. പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. അപ്പൊ നിനക്ക് പേടിയുണ്ട്? ശ്രീകുട്ടനെ നോക്കി അവളോട് സതി പറഞ്ഞു. ഉവ്വ, പേടി. അതും എനിക്ക്. പിന്നിപ്പോ പറഞ്ഞതോ? അതോ അത് വണ്ടോ? വണ്ടല്ല, പുഴു. അമ്മ കറി തരുന്നുണ്ടോ? സതിയുടെ കളിയാക്കലിൽ ശ്രീകുട്ടി മുഖം അങ്ങ് വീർപ്പിച്ചു. അതൊക്കെ പോട്ടെ, ആരായിരുന്നു ഫോണിൽ? ആർക്കാ അമ്മയുടെ പൊന്നുമോൾ പണി കൊടുത്തേ? നിവിക്കാ? ടിവിയും കൂവിയൊന്നുമല്ല, എന്ത് പറഞ്ഞാലും ഒരു കൂവി. പിന്നെ വിളിച്ചത് തമിഴെത്തിയ. ആര്? ചിത്രയോ? മിത്തുമോളുടെ കൂട്ടുകാരിയോ? യാ. ശ്രീകുട്ടിയുടെ തലയാട്ടിൽ വായിലേക്ക് വെച്ചുരുള്ള അതുപോലെ നിർത്തിക്കൊണ്ട് ശ്രീകുട്ടിയെ ഒന്ന് നോക്കി. ചിത്ര ഇവളെ വിളിക്കാറുണ്ടോ? ഇനിയിപ്പൊ ഇന്ന് കോളേജിൽ നടന്നത് പറയാനാണോ? അതറിഞ്ഞാൽ പക്ഷെ ഇവളിത്രയും സന്തോഷിക്കുമോ? ഇല്ല. ഇനി എന്തായാലും വേണ്ടില്ല. എന്നോട് വല്ലതും ചോദിച്ചോണ്ട് വന്നാൽ ഇന്ന് ഞാൻ അറിഞ്ഞത് മുഴുവനും ഇവിടെ പറയും. ഇന്നത്തോടെ അറിയട്ടെ അവളുടെ തണിക്കോന്റെ എല്ലാരും. ഇവിടെ ചിലരൊക്കെ എന്നെ വെല്ലുവിളിച്ചിരുന്നു അമ്മേ. എന്റെ കൂടെ കൂടിയിട്ട് മിത്തുവിന് മാറ്റമൊന്നുമില്ലെന്ന്. ശ്രീയെ നോക്കി ശ്രീകുട്ടി ഒന്ന് പുച്ഛിച്ചു. അത് വിട് പെണ്ണെ, നീ കാര്യം പറയും. അതാ പറയുന്നേ മേജർ, തോക്കിൽ കയറി വെടിവെക്കല്ലേ പട്ടാളം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വന്നത്, ഇന്നലെ ഞാൻ രാത്രിയിൽ അവിടെ പോയിരുന്നില്ലേ? അപ്പൊ ഞാനും ചിത്രയും കൂടി അവളോട് പറഞ്ഞു, ഇന്നവൾ ആ കാശിയോട് പോയി. കാശിയോ? ആ കാശി, ഇന്നലെ അവളെ പ്രപ്പോസ് ചെയ്തയാളമ്മാ. ആ കാശിയോട് പോയി ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അല്ല എന്നൊരു കട്ട് ആൻഡ് റൈറ്റ് തീരുമാനം പറഞ്ഞില്ലെങ്കിൽ ഞാനും ചിത്രയും അവളോടിനി മിണ്ടില്ലെന്ന്. എന്നിട്ടെന്താ? ഇന്ന് രാവിലെ കോളേജിൽ പോകും വരെ അവള് ഞങ്ങൾ രണ്ടാളെയും മാറി മാറി വിളിച്ചു. ഞങ്ങൾ രണ്ടും തിരിഞ്ഞു പോലും നോക്കിയില്ല. ഉച്ചവരെ പുറകെ നടന്നിട്ടും ചിത്തവും മിണ്ടുന്നില്ലാന്ന് കണ്ട് ആശാട്ടി പീജിയുടെ കോമ്പൗണ്ട് വരെ പോയി. പിന്നെ പേടിച്ചിട്ട് തിരിച്ചോടി വന്നു. ആഹാ, ആണോ? ആണച്ചേ, പാവം പെണ്ണ്. തിരിച്ചു വന്ന് കരയുന്ന കണ്ടപ്പോ ചിത്തു പോയി മിണ്ടി പോലും. എന്നിട്ടും ഇവിടെ വന്നാ എന്നോടെന്ത് പറയുമെന്ന് പേടിച്ചിട്ട് ഉച്ച കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ വെപ്രാളം പിടിച്ച് നടക്കുമായിരുന്നുന്ന്. ശ്രീകുട്ടി, ഒന്നുമില്ലമ്മ. അവള് പതിയെ പതിയെ നേരെയാവും. എന്നെപ്പോലൊന്നും ആയില്ലെങ്കിലും ചിലർ പറയും പോലെ കാറ്റിന്റെ ശബ്ദമടിച്ചാൽ പോലും പേടിയുള്ളവളിൽ നിന്നും ഉറപ്പായും മാറും. ഈ ശ്രീകുട്ടി മാറ്റിയിരിക്കും. അവൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ എല്ലാരെയും നോക്കി ചിരിച്ചു. ശ്രീകുട്ടി, മോളുടെ ഉദ്ദേശമൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഒരാളോട് നമുക്ക് കറകളഞ്ഞ ഇഷ്ടമുണ്ടെന്ന് കരുതി അത് മുതലെടുത്ത് നമ്മൾ അവളെ ദ്രോഹിക്കരുത്. മിത്തു ഒരുപാട് പാവം കുട്ടിയാ. നിങ്ങളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാ അവൾ ഇത്രയും മുങ്കിലൊക്കെ ചെയ്തത്. പക്ഷെ അവൾ ഈ നേരം വരെ അനുഭവിച്ച ടെൻഷൻ ഒന്ന് ഓർത്തു നോക്കിയ നിങ്ങൾ രണ്ടും. പകുതി ചത്തിട്ടുണ്ടാവും കുഞ്ഞ്. അതുകൊണ്ട് അവളെ നീ നന്നാക്കിക്കോ, പരാതിയൊന്നുമില്ല. പക്ഷെ അതിങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടാവരുത്. ഉത്തരവ് മഹാറാണി. പക്ഷെ നോട്ട് വാക്കിംഗ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. അതാണ് എന്റെ ലൈൻ. ഈ പെണ്ണ്. സതിയും നീലനും പരസ്പരം നോക്കി ചിരിച്ചു. എന്ന കേട്ട കാര്യങ്ങളിൽ കുടുങ്ങി വായിൽ വെച്ച ചോറ് താഴേക്ക് ഇറങ്ങാതിരിക്കുകയായിരുന്നു ശ്രീ. അപ്പൊ ഞാൻ കണ്ടത്, ആ കുട്ടികളൊക്കെ പറഞ്ഞത്, ദൈവമേ, അത് വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു.
അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ കഥ ഇഷ്ടത്തോടെ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.